ഇന്ന് നമ്മൾ എഗ് ബട്ടൂര റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. കറിയൊന്നുമില്ലാതെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ബട്ടൂരയാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബട്ടൂര റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് നമ്മൾ 250 ml മെഷറിംഗ് കപ്പിന് 3 കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം ചേർക്കുക. നമ്മളിപ്പോൾ ഇൻസ്റ്റൻറ്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടിലുള്ള വെള്ളം നമ്മളൊരു 3/4 കപ്പാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഫുള്ളായിട്ട് ചേർത്തിട്ടൊന്ന് കുഴച്ച് നോക്കി. അപ്പോൾ കുഴച്ച് നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 1/4 കപ്പും കൂടെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 1 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുഴയ്ക്കുക. ആ സമയം നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവ് നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴച്ചെടുക്കാറില്ലേ, ആ ഒരു രീതിയിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഏകദേശം നമ്മളിതൊരു 5 മിനിറ്റോളം കുഴച്ചെടുത്തപ്പോഴേക്കും മാവെല്ലാം നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ടും ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് 20 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 3 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. അതൊരു 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മളൊരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും. ഇതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല കൂടെ ചേർക്കാം. നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ റോസ്മെല്ലൊന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് നല്ല സ്മെല്ലെല്ലാം വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡോ നന്നായിട്ട് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൽ എയറൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുഴയ്ക്കുക. ഒരുപാട് സമയം വേണ്ട, ചെറുതായിട്ടൊന്ന് കുഴയ്ക്കുക. ശേഷം നമ്മുടെ ഡോ എടുത്തിട്ട് ഈക്വൽ വലിപ്പത്തിലുള്ള 4 പീസായിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ശേഷം കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ ഒരല്പം മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. അത്യാവശ്യം വലിപ്പത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഒരുപാട് തിന്നാക്കി പരത്തിയെടുക്കണ്ട, എന്നാൽ അത്യാവശ്യം വലിപ്പത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ വലിയ ഉരുള എടുത്തതുകൊണ്ട് തന്നെ കുറച്ച് വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പം നമ്മളിത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വലിപ്പത്തിൽ നമ്മളിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 എണ്ണം പരത്തിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ സ്നാക്ക് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സവോളയുടെ ഫില്ലിങ് നമ്മൾ 6 ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് പുഴുങ്ങിയ മുട്ട 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം അടുത്ത ചപ്പാത്തി നമ്മൾ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുകയാണ്. ആദ്യം ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ശേഷം സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ചുറ്റിലും നമ്മൾ വിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് സീലായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുത്താലും മതി. ശേഷം ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റൗവിലൊരു പാൻ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മുടെ സ്നാക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചുവിട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.